أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, ലോകരക്ഷിതാവായ അഖിലാണ്ടനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജും പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും പരിശുദ്ധമാക്കപ്പെട്ട ഇരു ഹറമുകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രങ്ങളും ഇതൊക്കെ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ വർഷത്തെ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് പല ഹാജിമാരും മക്കയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കഅബയെക്കുറിച്ചും അതിൻ്റെ പരിസരങ്ങളെക്കുറിച്ചും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസ രംഗത്ത് അതൊരു കരുത്തു പകരാൻ അതൊരു ഹേതുവാകും എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ കഅബയുടെ നിർമ്മാണത്തിന് മഹാഭാഗ്യം ലഭിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കും ആയിരുന്നു എന്ന് ചരിത്രം നമ്മൾ അറിഞ്ഞവരാണ്. അത് പടുത്തുയർത്താൻ ആവശ്യമായ കല്ലുകൾ അതെത്തിച്ചു കൊടുത്തത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയായിരുന്നു. എന്നിട്ട് അത് മെല്ലെ മെല്ലെ പടുത്തുയർത്തിയത്, പടവ് ചെയ്ത് അത് ഉയർത്തിക്കൊണ്ടുവന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയായിരുന്നു എന്ന ചരിത്ര വസ്തുത. അതാണ് അതിൻ്റെ തുടക്കം. ഇന്നീ കാണുന്ന രൂപത്തിലല്ല, അന്നത്തെ തുടക്കം അതായിരുന്നു എന്ന ചരിത്രം നമുക്കറിയാം. എന്നാൽ ഈ കഅബാലയം പടുത്തുയർത്തിയപ്പോൾ അതിൻ്റെ വർക്ക്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിങ്ങനെ കല്ലുവെച്ച് കെട്ടി അതിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനകളാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 128-129 ആയത്തുകൾ ആ പ്രാർത്ഥനയാണ് ഉദ്ധരിക്കുന്നത്.
5 കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയുടെ ഭാഗത്ത് ഞാൻ ഒതിവെച്ച ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 5 കാര്യങ്ങളാണ്. അത് തുടങ്ങുന്നത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വജഅൽനാ മുസ്ലിമൈന ലക്, ഞങ്ങളെ രണ്ടുപേരെയും, എന്നെയും ഇസ്മായിലിനെയും അലൈഹിസ്സലാത്തു വസ്സലാം, നിനക്ക് കീഴ്പ്പെടുന്ന, പൂർണ്ണമായും നിനക്ക് കീഴ്പ്പെടുന്ന രൂപത്തിൽ ആക്കി തീർക്കണേ റബ്ബേ. രണ്ടാമത് പ്രാർത്ഥിക്കുന്നത് വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. അതുമാത്രമല്ല, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന തരത്തിലുള്ള ഒരു ഉമ്മത്തിന്, ഒരു സമൂഹത്തെ റബ്ബേ നീ കൊണ്ടുവരണേ. ഇതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത് പറയുന്നത് വഅരിനാ മനാസികന, റബ്ബേ ഞങ്ങൾക്ക് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ, അതുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലം റബ്ബേ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്നാണ്. ഈ 3 പ്രാർത്ഥനകൾ നമ്മളൊന്ന് അതിനെക്കുറിച്ചൊരു വിശകലനം നടത്തിയാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നെഞ്ചകം തട്ടി പ്രാർത്ഥിക്കുക, റബ്ബേ നിനക്ക് കീഴ്പ്പെടുന്ന തരത്തിൽ ഞങ്ങളെ നീ ആക്കണേ റബ്ബേ. ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന ഒരു പാഠം അതിലുണ്ട്. അങ്ങനെയാകുമ്പോഴേ നമ്മുടെ പ്രവർത്തനവും നമ്മുടെ പ്രാർത്ഥനയും അത് ഒന്നിച്ചു ചേരുമ്പോഴാണ് അത് അതിൻ്റെതായ രൂപത്തിൽ അത് പരിഗണിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായി പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് ഏതെങ്കിലും എന്നെ മാത്രം രക്ഷപ്പെടുത്തണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ഒന്നാമതായി നമ്മൾ സ്വന്തത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന ഒരു പാഠം ഈ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളിലുണ്ട്. സ്വന്തം പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ സ്വന്തം മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് പറയുന്നത് റബ്ബേ വമിൻ ദുരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിന്നെ കീഴ്പ്പെടുന്ന, നിന്നെ അംഗീകരിക്കുന്ന, നിന്നെ ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തെ, ഒരു സമൂഹത്തെ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് റബ്ബേ നീ കൊണ്ടുവരണം. അതോടൊപ്പം ഞങ്ങൾക്ക് ആരാധനാകർമ്മങ്ങൾ പരിപൂർണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന വിധം അതിനുള്ള കേന്ദ്രങ്ങളും സ്ഥലങ്ങളും റബ്ബേ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഇത് 3 പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി പറയുന്നത് വതുബ് അലൈന, റബ്ബേ ഞങ്ങളോട് പൊറുക്കണം, റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണം, റബ്ബേ പശ്ചാത്തപിച്ചു മടങ്ങുകയാണ് ഞങ്ങൾ. എന്നിട്ട് പറയുന്നു റബ്ബേ അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം തൗബ ചെയ്യുന്നവൻ, അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാണ് റബ്ബേ. അതുകൊണ്ട് ഞങ്ങളുടെ പക്ഷത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ പൊറുത്തു തരണമെന്ന് ആരാണ് ഈ പറയുന്നത്? പ്രവാചകൻ. നമുക്കറിയാം മുഹമ്മദ് റസൂലുള്ള നമ്മുടെ പ്രവാചകൻ
പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, സ്വന്തത്തോട് മാത്രമല്ല, തന്റെ അനുയായികളോട് മാത്രമല്ല, മുഴുവൻ ജനങ്ങളോടുമായി മുഹമ്മദ് റസൂലുള്ളാഹി പറയാറുണ്ടായിരുന്നു, യാ അയ്യുഹന്നാസ്, ഏ ജനസമൂഹമേ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. ഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാറുണ്ട് എന്നാരാ പറയുന്നത്? പാപസുരക്ഷിതനായ സ്വർഗസ്ഥനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാ പറയുന്നത്, ഞാൻ ഒരു ദിവസം 100 തവണ പശ്ചാത്താപത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വരും? ഇതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്മാരുടെ ഓരോരോ പ്രാർത്ഥനകളെ സംബന്ധിച്ചും അവരുടെ അമലുകളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. കഅബാലയം പടുത്തുയർത്തുമ്പോഴാണ് അതിന് മഹാഭാഗ്യം കിട്ടിയ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ഈ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഞങ്ങൾക്ക് പൊറുത്തു തരണം, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണം റബ്ബേ, അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണല്ലോ റബ്ബേ. നോക്കൂ നിങ്ങൾ, ഈ 4 പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ കഴിഞ്ഞ് 5ാമത്തെ ഭാഗം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ, റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ, വബ്അസ് ഫീഹിം, നീ നിയോഗിക്കണം റബ്ബേ, ഞങ്ങളിലേക്ക് അയച്ചു തരണം റബ്ബേ, റസൂലൻ, ഒരു ദൂതനെ, മിൻഹും, അവയിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അയച്ചു തരണം റബ്ബേ. എന്തിനു വേണ്ടിയാണ്? യത്ലു അലൈഹിം, അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടണം, ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങൾ, നിന്റെ വചനങ്ങൾ, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവരുടെ മേൽ നല്ല അറിവ് പഠിപ്പിച്ചു കൊടുക്കാനും ഹിക്മത്ത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാനും, വയുസക്കീഹിം, അവരെ പരിപൂർണമായ അർത്ഥത്തിൽ സംസ്കരിച്ചെടുക്കുന്നതിനു വേണ്ടിയും റബ്ബേ ഒരു ദൂതനെ നീ അയക്കണം. ആലോചിച്ച് നോക്കൂ, 4000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് റസൂലുള്ളാഹി വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ മക്കയിലെ കഅബയുടെ പ്രവർത്തനവും അതിന്റെ നിർമ്മാണവും കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് കഴിഞ്ഞ് 4000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്രതിഫലം ഉണ്ടാകുന്നത്. നമ്മൾ അറിയണം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇതിൽ നമ്മൾക്കറിയേണ്ട മറ്റൊരു പാഠം, നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ അർത്ഥനകൾക്ക് കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട്. അതെപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ആത്മാർത്ഥമായുള്ള നമ്മുടെ പ്രാർത്ഥന അതേത് സന്ദർഭത്തിലും നമ്മളിൽ ഉണ്ടാകണം. അത് നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. പ്രാർത്ഥനകൾ അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കണം. വളരെ നിസ്വാർത്ഥത, അതേപോലെ തന്നെ നിഷ്കളങ്കത, നിഷ്കപടത, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്ന് നമ്മൾ അറിയണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അന ദഅവതു അബി ഇബ്രാഹിം, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം അത് സ്ഥിരീകരിച്ചുകൊണ്ട്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അത് സ്ഥിരീകരിച്ചുകൊണ്ട് സൂറത്ത് ജുമുഅ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും സുബഹിന്റെ സമയത്ത് രാത്രികളിൽ ഒക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന ആ സൂറത്ത് ജുമുഅയിൽ നമുക്ക് കാണാം,
ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. അല്ലാഹു തആല അവൻ ആരാണ്? ബഅസ ഫിൽ ഉമ്മീന, അല്ലാഹു തആല നിയോഗിച്ചവനാണ് ആ സമുദായത്തിൽ നിന്ന് തന്നെ നിരക്ഷരരായ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗത്തിൽ നിന്ന് ഒരു റസൂലിനെ നിയോഗിക്കുകയാണ്. യത്ലു അലൈഹിം, എന്നിട്ട് അവർക്ക് ഖുർആൻ, യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും അവർക്ക് ഓതിക്കൊടുക്കുന്നു. വയുസക്കീഹിം, അത് മുഖേന അവരെ സംസ്കരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. അറിയണം, നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നിയോഗം. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദൗത്യം വളരെ കൃത്യമായി നിർവഹിക്കപ്പെടുകയാണ്. പ്രവാചകത്വം കിട്ടി അന്നു മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അവസാനത്തെ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ നബി മുഹമ്മദ് നബിയാണ് എന്ന് നമുക്കറിയാം. എന്നാലും ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, അതാണ് അടിസ്ഥാനം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖുർആൻ അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങൾ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയാണ് നമ്മുടെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. എങ്കിലും ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നമ്മൾ പരിപൂർണമായും നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇബ്രാഹിം നബി കേവലം ഒരു വ്യക്തിയായിരുന്നില്ല, ഏതെങ്കിലും കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ന നിലയിലല്ല പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നഹു കാന ഉമ്മ, ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു, ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്നാണ് ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിരവധി അനവധി പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. വകാന യുഅല്ലിമുന, റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഇദാ അസ്ബഹന അഹദുന, നമ്മൾ നേരം വെളുത്ത് പുലരിയെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അയ്യഖൂല, നമ്മളൊക്കെ പറയണം, അസ്ബഹന, നമ്മളിതാ പുലരിയെ സ്വീകരിച്ചിരിക്കുന്നു, നമ്മളിതാ നേരം പുലർന്നിരിക്കുന്നു, അൽഹംദുലില്ലാഹ് അല്ലദീ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ അഹ്യാനാ ബഅദമാ അമാതനാ, റബ്ബേ മരിച്ചു കിടക്കുന്ന ഞങ്ങൾക്ക് ജീവൻ നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പുലരിയെ നമ്മൾ സ്വീകരിക്കുമ്പോ അസ്ബഹിന അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു ശുദ്ധമായ പ്രകൃതിയിലാണ് നമ്മൾ പുലരിയെ സ്വീകരിക്കുന്നത്. വകലിമത്തുൽ ഇഖ്ലാസ്, നിഷ്കളങ്കമായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ പുലരിയെ സ്വീകരിക്കേണ്ടത്. വദീനി മുഹമ്മദിൻ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ദീൻ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വമില്ലതി അബീന ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ, നമ്മുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയും നമ്മൾ സ്വീകരിക്കുന്നു. ഹനീഫൻ, ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുകയും അങ്ങനെ തന്നെയാ. ഇന്നഹു ഹനീഫൻ, ഇബ്രാഹിം നബി വക്രതയില്ലാത്തവനായിരുന്നു. മുസ്ലിമൻ, അള്ളാഹുവിന് പരിപൂർണമായും കീഴ്പ്പെട്ടവനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, ശിർക്ക് ലവലേശം പോലും അദ്ദേഹത്തിൽ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മുഹമ്മദ് നബിയാണ് അവസാനത്തെ നബിയെങ്കിലും ഇബ്രാഹിം മില്ലത്താണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് മാത്രം. നമ്മൾ ആ വസ്തുതയാണ് നമ്മൾ അറിയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ, നമ്മുടെ അമലുകളിലെല്ലാം ഒരു റോൾ മോഡലാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് മില്ലത്ത്, അതാണ് ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, അതേതാണ് സ്വലാത്തിന്റെ പേര്? ആ സ്വലാത്തിന് നമ്മൾ പറയുന്നത് ഇബ്രാഹിമി സ്വലാത്ത് എന്നാണ്.
നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ നെഞ്ചത്ത് തട്ടിയിട്ട് വേണം നമ്മൾ നമസ്കാരത്തിൽ ആ സ്വലാത്ത് ചെല്ലാൻ. വെറുതെ എങ്ങനെയെങ്കിലും നമസ്കാരം പൂർത്തീകരിക്കുക, എങ്ങനെയൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നിങ്ങനെ പറഞ്ഞു പോകേണ്ടവരല്ല. അതിന്റെ അർത്ഥം വളരെ കൃത്യമായി നമ്മൾ അറിയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അല്ലാഹുവേ മുഹമ്മദ് നബിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും റബ്ബേ നീ അനുഗ്രഹം ചെയ്യണമേ, നീ രക്ഷ നൽകണമേ. ഏതുപോലെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും സമാധാനം നൽകിയതുപോലെ, രക്ഷ നൽകിയതുപോലെ, അനുഗ്രഹം നൽകിയതുപോലെ റബ്ബേ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും റബ്ബേ നീ രക്ഷയും സമാധാനവും നൽകണമേ. തീർന്നില്ല. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, റബ്ബേ മുഹമ്മദ് നബിക്ക് വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും റബ്ബേ നീ ബർക്കത്ത് ചൊരിയണമേ. ഏതുപോലെ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും റബ്ബേ നീ ബർക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണമേ. ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്താണ് നമ്മൾ നമസ്കാരത്തിൽ കൃത്യമായി നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് വല്ലാത്ത ഒരു ജീവൻ ഉണ്ടാകും എന്ന് നമ്മൾ അറിയണം. തീർന്നില്ല. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തുടക്കം തന്നെ എങ്ങനെയായിരിക്കണമെന്ന് നമുക്കറിയാം. നമ്മൾ വജ്ജഹ്തു ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലേ? വജ്ജഹ്തു എന്താണ് അതിന്റെ അർത്ഥം? എപ്പോഴെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഓടി വന്ന് ഉളുവെടുത്ത് പള്ളിയിലെ അകത്തേക്ക് ഓടി കയറി വന്ന് അല്ലാഹു അക്ബർ കൈകെട്ടുന്നു, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചൊല്ലുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു. പക്ഷേ അതിന്റെ ഒന്നും അർത്ഥം നമുക്കറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾക്കറിയാതെ പോകും. വജ്ജഹ്തു, റബ്ബേ ഞാനിതാ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ എന്റെ മുഖത്തെ ഞാനിതാ തിരിച്ചിരിക്കുന്നു റബ്ബേ. ലില്ലദി ആർക്ക് വേണ്ടിയാണ്? ഫതറസ്സമാവാതി വല്ലർദ്, ആകാശഭൂമികളെ പടച്ച, ചരാചരങ്ങളെ പടച്ച റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ആ റബ്ബിലേക്ക് ഞാൻ ഇതാ എന്റെ മുഖത്തെ മുഴുവനായി ഇതാ റബ്ബേ തിരിച്ചു വെച്ചിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമാ, ഹനീഫൻ മുസ്ലിമൻ, മുസ്ലിമായിക്കൊണ്ട് പൂർണ്ണമായും ഞാനിതാ കീഴൊതുങ്ങിക്കൊണ്ട് ഋജുമാനസനായിക്കൊണ്ട് റബ്ബേ ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, റബ്ബേ ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല, ഞാൻ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ്. ഇബാദത്തുകൾ അധികവും അല്ലാഹ്ക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്നവനാണ്. ഇതല്ലേ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്നത്? അങ്ങനെ ചൊല്ലിക്കൊണ്ട് നിസ്കാരത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം, ഒരു ഈമാനികമായ വല്ലാത്തൊരാവേശം നമുക്കുണ്ടാകും. ഇങ്ങനെ ഓരോന്നും. അങ്ങനെ അത് കഴിഞ്ഞ് ഫാത്തിഹയിലേക്ക് വരുന്നു. അങ്ങനെ ഫാത്തിഹ ഓതി അതിന്റെ അർത്ഥമൊക്കെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മൾക്ക് വല്ലാത്ത ഒരാവേശം ഉണ്ടാകും. സൂചിപ്പിക്കുന്നത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരമായിരുന്നു കഅബ നിർമ്മാണം എന്ന് പറയുന്നത്. ആ സമയത്ത് ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥന അദ്ദേഹത്തിന് സ്വന്തത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല, ഈ ലോകത്തിനു വേണ്ടി, വരാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയായിരുന്നു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമ്മളും പഠിച്ച് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുകയും നമ്മളിൽ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇബ്രാഹിം നബിയുടെ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട സന്ദർഭങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഈമാനിനെ കൂടുതൽ ശക്തി പകരാൻ, കരുത്തു പകരാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മെ ഏവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. കഴിഞ്ഞ 1-2 ആഴ്ചകളായി പ്രത്യേകിച്ച് മുസ്ലിം ലോകം വല്ലാത്ത പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷണം, പല വിധത്തിലുള്ള പരീക്ഷണങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ ഒരു ഉറപ്പ് നമ്മൾക്ക് നൽകുന്നുണ്ട്. അത് ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. ഖുർആൻ പറയുന്നത് വലാ തഹിനു വലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. വ അൻതുമുൽ അഅ്ലൗ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇത് അള്ളാഹുവിൻ്റെ ഒരു വെറും വാക്കല്ല. നിങ്ങളാണ് ഈ ലോകത്ത് ഉന്നതന്മാർ. പക്ഷെ ഒരു ക്ലോസ്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈമാൻ എങ്ങനെ നിൽക്കുന്നു, നമ്മുടെ ഈമാനിൻ്റെ സ്ഥിതി എന്താണ്, നമ്മുടെ കലർപ്പില്ലാത്ത വിശ്വാസമാണോ നമ്മൾക്കുള്ളത്? ഇത് ഒരു അളവ് പോലെ വെച്ച് നമ്മൾ അളക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഉറപ്പ് തരുന്നു, അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ്, ലംഘിക്കുകയില്ല, നമ്മൾ തന്നെയാണ് ഉന്നതന്മാർ. ഒരു രാജ്യം, അത് ഏത് രാജ്യമാകട്ടെ, ആ രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതരാകണം, അതിലൊരു സംശയവുമില്ല. അത് ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ അവകാശങ്ങളും അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. അത് നശിക്കാൻ പാടില്ല. അതൊരു ഭരണാധികാരിയുടെ, അതാര് തന്നെയാണെങ്കിലും ശരി, ഒരു ഭരണാധികാരിയുടെ ചുമതലയാണ് എന്ന് നമ്മൾ അറിയണം. ഒരു ചെറിയ സംഭവം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാട് വിടേണ്ടി വന്നു. മക്കയോട് സലാം പറഞ്ഞ് പിരിഞ്ഞ ഒരു സമയമുണ്ട്. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തുന്നു. അങ്ങനെ മദീനയിലെ താമസത്തിനിടയിൽ ഒരു രാത്രിയിൽ വമ്പിച്ച ഒരു ഘോര ശബ്ദം, പേടിപ്പിക്കുന്ന ഒരു ശബ്ദം, എന്തോ ഒരു അപകടം പിണഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് കേട്ട് സഹാബികൾ എല്ലാവരും ഉണർന്ന് ആ ഒച്ച വന്ന, അല്ലെ ശബ്ദം വന്ന ഭാഗത്തേക്ക് എല്ലാവരും ഓടിപ്പോയി. ഇവിടെ ഓടിപ്പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സന്ദർശിച്ച് തിരിച്ചു വരുന്നതാണ് ആര് കാണുന്നത്? ഈ സഹാബികൾ കാണുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകമുണ്ട്, ലം തുറാഉ. വീണ്ടും പ്രവാചകൻ ആവർത്തിക്കുകയാണ്, ലം തുറാഉ, നിങ്ങൾ ഭയപ്പെടണ്ട. ഒരു ഭരണാധികാരിയുടെ അടയാളമാണ് ഈ പറഞ്ഞത്. ഒരു പ്രയാസം അനുഭവപ്പെട്ടു എന്ന് തോന്നിയപ്പോഴേക്കും അവിടെ ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നു. എന്നിട്ട് തിരിച്ചു വരുന്നതാണ് സഹാബികൾ കാണുന്നത്. ഇതൊരു മാതൃകയാണ്. നമ്മുടെ രാജ്യത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ എന്താ സാധാരണ നടക്കുന്നത്? കശ്മീരിൽ പ്രശ്നമുണ്ടായി, വേദനയുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ല. ആരുടെ ഭാഗത്ത് വന്നാലും അത് തെറ്റ് തന്നെ, അതിലൊരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഏപ്രിൽ മാസം 22-ാം തീയതി 21-ഉം 22-ഉമായി നടക്കുന്ന ഒരു സംഭവം. 22-ാം തീയതി നമ്മുടെ ഭരണാധികാരി ജിദ്ദയിലാണ്. ജിദ്ദയിൽ അദ്ദേഹം വന്നത്, അതിനേക്കാളും വലിയൊരു പ്രശ്നം ഇന്ന് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് സെക്ടറിലെ 42,000 ഹാജിമാർ നിയ്യത്ത് ചെയ്ത് പണമടച്ച് കാത്തിരിക്കുകയാണ്.
42,000 ആളുകൾക്ക് അനുവാദം കിട്ടാതെ നിൽക്കുകയാ. ഇതാരുടെ കുറ്റമാണ്? നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ അനുവാദം കിട്ടാതെ പോയത്. ഇന്ന് ഈ സമയം വരെയും ഈ 42,000 ഹാജിമാർക്ക് അവസരം കിട്ടാതെ കിടക്കുകയാണ്. അപ്പൊ 22-ാം തീയതി ഇദ്ദേഹം അവിടെ വന്നപ്പോ ഒരുപാട് വിഷയങ്ങളിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷകൾ മുസ്ലിം ലോകത്തിനുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മൾക്ക്, നമ്മുടെ രാജ്യത്തിന് അതുണ്ടായിരുന്നു. പക്ഷേ 22-ന് അദ്ദേഹം 23-നും അവിടെ തങ്ങേണ്ടതിന് പകരം 22-ന് യാത്ര മതിയാക്കി അദ്ദേഹം തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയത് കശ്മീരിലേക്കല്ല, തിരിച്ചു പോയത് ബീഹാറിലേക്കാ. ഇവിടെയാണ് നമ്മൾ ഈ വസ്തുതകളെ പഠിക്കണമെന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ, നമ്മുടെ രാജ്യം കത്തുമ്പോ, വർഗീയവാദികൾ, തീവ്രവാദികൾ അമ്മാനമാടുമ്പോ, നമ്മുടെ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട ആളുകൾ അതാരു തന്നെയാകട്ടെ അവർക്കൊരു ബാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മൾ അറിയണ്ട ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അവിടെ ഭൗതികമായ ചില രാഷ്ട്രീയ ലാഭവും ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചിന്തയുമാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹം കാശ്മീരിലേക്ക് പോയില്ല. ഞാൻ ഇതൊരു ഒരു സാന്ദർഭികമായി, കേരളമായാലും ഇന്ത്യയായാലും ആര് ഭരിച്ചാലും എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് നമ്മൾ അറിയണം. മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതെന്തുമാത്രമാണ്? കേവലം ഒരാഴ്ചന്റെ പ്രശ്നം മാത്രമാണോ? ഒരു വഖഫിന്റെ പ്രശ്നം മാത്രമാണോ? ഇവിടെ ജീവിക്കണോ ജീവിക്കണ്ടേ എന്ന് തീരുമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ നിർണായകമായ ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്ന് നാം പറയാം. ഇസ്ലാം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിന്റെ പേരെന്ത് എന്ന് ചോദിച്ച് അക്രമം അഴിച്ചുവിട്ട, കൊലക്കത്തിക്കിരയാക്കിയ, വെടിയുണ്ടകൾ ഉതിർത്ത ഏതെങ്കിലും ഒരു ചരിത്രം ലോകത്ത് പറയാൻ കഴിയുമോ? ലോകത്ത് അങ്ങനെ പറയാൻ കഴിയോ? നിന്റെ പേരെന്താ? നീ ഇസ്ലാമാണോ? നീ എന്താ നിന്റെ കാര്യം? നീ ഷഹാദത്ത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അക്രമം അഴിച്ചുവിട്ട ഒരു ചരിത്രം ലോകത്തുണ്ടോ? ബാക്കി പത്രം നിങ്ങൾ വായിച്ചോ? നമ്മൾ അറിയണം ഇതിന്റെ പിന്നാമ്പുറത്തുള്ള കളികളെ കുറിച്ച് നമ്മൾ അറിയണം. ഇസ്ലാം ഒരു വിധത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. തീവ്രവാദത്തിനെതിരാണ് ഇസ്ലാം. മുഹമ്മദ് റസൂലുള്ള പറയുന്നു, ലൈസ മിന്നാ, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. മൻ ദആ ഇലല്ലാഹ്, മൻ ദആ ഇലൽ അസബിയ്യ, അസബിയ്യയിലേക്ക്, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. മൻ ഖാതല അലാ അസ്ബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ നമ്മിൽപ്പെട്ടവനെ അല്ല. വലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. മൻ മാത അലാ അസ്ബിയ്യ, വർഗീയതയുടെ പേരിൽ മരിക്കേണ്ടി വന്ന ആളുകളുണ്ട്, അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടാണ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്ത് തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, അയൽപ്പക്ക രാജ്യങ്ങൾ തമ്മിൽ വർഗീയതയുടെ പേരിൽ, വിദ്വേഷത്തിന്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതുണ്ടാകാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഏകമതം അത് ഇസ്ലാം മാത്രമാണ്. അത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ എന്ന് നമ്മൾ അറിയണം. ആ ഒരു തിരിച്ചറിവ് നമ്മൾ നേടി ഈമാനിനെ ശക്തിപ്പെടുത്തുമെങ്കിൽ വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്തുകൊണ്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു? വിശ്വാസ രംഗത്തെ ചോർച്ചകൾ. ഈ ചോർച്ചകൾ അടക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യത്തെ അള്ളാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അസത്യത്തെ അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ എല്ലാവരെയും, മുസ്ലിം സമൂഹത്തെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ മഹല്ലിലുണ്ട്, സമീപത്തുണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ
فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار